ഹായ്, ഇത് ആരാന്നറിയാവോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്ന, എന്നാൽ ഈ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്ന ഷമാസ്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഷമാസിന്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ്. പോയാലോ? അപ്പൊ ഷമാസ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പൊ ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ തന്നെ എത്തിയില്ലേ? അപ്പൊ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് ആണ്, സ്കൂൾ ലൈഫിൽ നിന്ന് കോളേജിലേക്ക് പോയപ്പോൾ ഉള്ളത്. സ്കൂൾ ലൈഫിൽ കോളേജിലേക്കൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ തന്നെയല്ല അവിടുത്തെ സിസ്റ്റം ഒക്കെ വേറെയാണ്. നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും ആരുമില്ല, നമ്മൾ തന്നെ പഠിക്കണം. പക്ഷേ രസമാണ്. ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 months ആയിരുന്നേ ഉള്ളൂ അല്ലേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്? എന്നാലും ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര ഡ്രീം ആയിരുന്നു. അപ്പൊ ഇപ്പോ കടാവറൊക്കെ കണ്ടു, ആദ്യമായിട്ട് ഡിസെക്ഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു. എല്ലാം രസമായിരിക്കും അല്ലേ? ഡിസെക്ഷൻ ഒക്കെ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ അവിടെ ഡിസെക്ഷൻ പോലെ കയറി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. അങ്ങനെ ഡ്രീമായ ഡോക്ടറിലേക്ക് ഫസ്റ്റ് ഇയറിൽ കാല് വെച്ച് തുടങ്ങി. അപ്പോ മോനെ പോലെ തന്നെ ഒരുപാട് പേര് ഇത് ഡ്രീം ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് കാണുന്ന ഒരു ഇതാണിത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സമയം നമുക്കിനി ജനുവരി, അപ്പോൾ നമുക്കറിയാം മെയ്യിലാവുമ്പോഴത്തേക്കും നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് വളരെ ഫ്യൂ മന്ത്സ് ആണ് കയ്യിലുള്ള. ഒരു 5 months നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണക്കൂട്ടി എടുക്കാനുണ്ട്. ഈ മാസം കൊണ്ട്, ഈ മാസങ്ങളിലൊക്കെ മോനും ഇപ്പം ഈ സമയത്തൊക്കെ കടന്നു പോയപ്പോൾ കുറേ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നുപോയി കാണുമല്ലേ ഈ ഒരു ജനുവരി ടൈം? അപ്പം നമ്മുടെ കുട്ടികൾക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഞാൻ മോനോട് എല്ലാത്തിൻ്റെയും സ്ട്രാറ്റജി ചോദിക്കാൻ പോവാണ്. മോൻ എങ്ങനെയാണ് ഓരോ അവരുടെ പ്രോബ്ലംസും സോൾവ് ചെയ്തതെന്ന്. അങ്ങനെ ഓരോ മോൻ്റെ പ്രോബ്ലംസ് മോനും പോയി കാണുന്ന ഒരു പാത്തായിരിക്കും അല്ലേ? അപ്പോൾ അത് ഞാനൊന്ന് ചോദിക്കാം. ആദ്യം തന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ ആൻസൈറ്റി ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ എക്സാംസ് ഒന്നും എഴുതുന്നില്ല. കാരണം ഒരുപാട് ഫുൾ ടോപ്പിക്ക് വരുന്നുണ്ട്. ഫുൾ ടോപ്പിക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ പറ്റുന്നില്ല, റിവൈസ് ചെയ്ത് തീർന്നില്ല. അപ്പോൾ മോൻ എങ്ങനെയായിരുന്നു? എക്സാം ഒക്കെ എഴുതായിരുന്നോ? ഞാൻ GAPs ഒന്നും മിസ്സാക്കാറില്ലായിരുന്നു. എക്സാംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എക്സാം എഴുതുക. അതെ, നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുക എന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് തന്നെയാണ് മെയിനായിട്ട് ഈ നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അപ്പോൾ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യായിരുന്നു? എല്ലാ എക്സാമിനും ഫുള്ള് വായിച്ചൊന്നും തീരത്തില്ലല്ലോ? ഒരിക്കലും ഇല്ല. അപ്പോ വായിച്ചത് വെച്ചിട്ട് എക്സാം എഴുതും. അപ്പൊ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റ് വരത്തില്ലേ? അപ്പം മാർക്ക് കാണുമ്പോൾ പേടിക്കുമെന്ന് വിചാരിച്ചാണ് കുട്ടികൾ എഴുതാത്തത്. അപ്പൊ മോനും അങ്ങനെ മാർക്ക് എപ്പോഴും ഹൈ ആയിട്ടൊന്നും തന്നെ നിന്നാണോ? ഇല്ല, ഒരിക്കലും നമുക്ക് എല്ലാ വേരിയേഷൻസ് ഉണ്ടാവും. മാർക്ക് നല്ലോണം കുറയുന്ന സമയം ഉണ്ടാവും, കൂടുന്ന സമയം ഉണ്ടാവും, കിട്ടുന്ന സമയം ഉണ്ടാവും. ഓക്കെ, അത് നമ്മുടെ ഒരു കൺവീനിയന്റ് ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നല്ല മാർക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ നല്ലോണം റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒത്തിരി ഒന്ന് മാർക്ക് കുറയും. അതൊക്കെ നോർമൽ ആണ്. അപ്പോ ഈ മാർക്ക് കുറയുമ്പോഴും കൂടുമ്പോഴും ഒക്കെ കുറെ മിസ്റ്റേക്സ് വരില്ലേ? ഈ മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻസിനെ മോനെ എങ്ങനെയാണ് പഠിച്ചത്? പിന്നെ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടായിരുന്നു, നമ്മൾ ഒരു മിസ്റ്റേക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ നമുക്ക് ഈ തെറ്റിയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അത് അടുത്ത എക്സാമിന് പോകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ഒരു 5 minute മറിച്ച് നോക്കാൻ ഉണ്ടാവത്തുള്ളൂ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ഇറർ ബുക്ക് ഉണ്ടായിരുന്നു മോനെ? കാരണം നമ്മൾ എഴുതുന്ന മിക്ക എക്സാംസും നീറ്റിന്റെ അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മോസ്റ്റ്ലി നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള എല്ലാം കിട്ടാറുണ്ട് അല്ലേ? ഇനി ഓരോ സബ്ജക്റ്റ് വെച്ച് ഞാൻ ചോദിക്കാം. അപ്പൊ മോനെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ആസ് യൂഷ്വൽ ബയോളജി തന്നെയാണ് ഏറ്റവും ഇഷ്ടം, ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നേ. അപ്പം ഒരു എക്സാമിന് പോകുമ്പോൾ നീറ്റിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബയോയിലായിരുന്നോ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബയോയായിരുന്നു, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി. ഈ ടൈം മാനേജ്മെന്റ് എങ്ങനെയാ പ്രോപ്പറായി ചെയ്തേ? അതെന്ന് പറയുമ്പോൾ ഫിസിക്സിന് നമുക്ക് എന്തായാലും സമയം എടുക്കും. കെമിസ്ട്രിക്കും ഓർഗാനിക്കിന് അത്യാവശ്യം ചിന്തിച്ചെഴുതാണ്. പിന്നെ ഫിസിക്കലിനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ബയോളജിയിൽ മാക്സിമം ടൈം സേവ് ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പീഡിന് ബയോളജി പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും മൂവ് ചെയ്യുക. അപ്പോ എവിടെയെങ്കിലും സ്റ്റക്കായ മോൻ അത് ലീവ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവായിരുന്നോ? നമുക്കത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഇത് കുറച്ച് ബൾക്കി ക്വസ്റ്റ്യൻ ആണ്, ഇന്ന് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്ത് ചെയ്യണമെന്ന് കാണുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകണം. അതിനൊരു മനസ്സ് വേണം. അതാണ് പ്രശ്നം. ഇവിടെ എല്ലാവർക്കും എന്താ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പൊ പലപ്പോഴും നമ്മുടെ സമയം ഇച്ചിരി വേസ്റ്റ് ആവും. ഇത് മോൻ പ്രാക്ടീസിലൂടെ അല്ലേ പെർഫെക്റ്റ് ആക്കിയത്? അല്ലാണ്ട് നമുക്ക് സൈലത്തിലാണെങ്കിൽ ഡെയിലി എക്സാംസ് ഉണ്ടല്ലോ, അതിലൊക്കെ കൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തത്. അങ്ങനെയൊക്കെ തന്നെ GABs എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേവറേറ്റ് ബയോ ആയിരുന്നു. അപ്പോൾ ബയോയില് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും പിള്ളേരുടെ എല്ലാവരും ഒരു പേടി സ്വപ്നം. അസേർഷൻ റീസണിങ് തെറ്റുന്നു, അതിൽ 1 and 2 ഓപ്ഷൻ ആണ് കേട്ടോ. പിന്നെ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ് വായിക്കുമ്പോഴത്തേക്കും ചുമ്മാ
സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു. അപ്പൊ മോൻ ഇങ്ങനെ സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കുമായിരുന്നു, അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്തു? അത് എനിക്ക് തുടക്കത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ സൈലത്തിന്റെ മെറ്റീരിയലിൽ തന്നെ ആ ടൈപ്പ് ഈ അസഷൻ റീസൺ എന്ന് പറയുന്ന സെക്ഷൻ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് പരമാവധി ചെയ്യുക. പിന്നെ NCERT വായിക്കുക, അതിനകത്തുള്ളതൊക്കെ തന്നെ വരത്തുള്ളൂ. ഈ എങ്ങനെയായിരുന്നു NCERT റിവിഷൻ നടത്തിക്കൊണ്ടിരുന്നത്? എല്ലാ എക്സാമിനും നമുക്ക് ഈ പറയുന്ന എല്ലാ ചാപ്റ്ററിലും എല്ലാം ഇരുന്ന് ഇങ്ങനെ വായിക്കാനൊന്നും പറ്റില്ല. അപ്പൊ മോൻ എങ്ങനെയാ റിവൈസ് ചെയ്തിരുന്നത്? നമ്മള് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് വായിക്കുക. പിന്നെ സൈലത്തിന്റെ ഒരു ബയോളജിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു മൈൻഡ് മാപ്പ് പോലത്തെ ഒരു ബുക്ക്. ഓക്കെ. പിന്നെ അത് റിവൈസ് ചെയ്യുമായിരുന്നു. അപ്പൊ പോയിന്റ് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോവുക എന്നുള്ളതായിരുന്നു. മിസ്റ്റേക്ക് വരുമ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതങ്ങ് റെക്ടിഫൈ ചെയ്ത് പഠിക്കും. ഇനി കെമിസ്ട്രിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? കെമിസ്ട്രിയിൽ എല്ലാവരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇനോർഗാനിക് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇപ്പോഴാണെങ്കിൽ ഇനോർഗാനിക്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തു, അറിഞ്ഞു കാണും എന്തു മോനെ. അപ്പോൾ ഈ വർഷം ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തു. 11 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ ഡിലീറ്റ് ആയത്. അപ്പൊ ഈ ഇനോർഗാനിക് എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? ഇനോർഗാനിക് ഏകദേശം ബയോളജിന്റെ രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ പിന്നെ NCERT ഫുള്ള് വായിച്ചു. NCERT ഫുള്ള് വായിച്ചു. ഒരു 2-3 റൗണ്ടെങ്കിലും NCERT ഫുള്ള് വായിക്കണം. പിന്നെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രം നമുക്ക് വായിച്ചു പോയാലും മതിയാവും. അപ്പം ഇതും ഈ മെമ്മറൈസിങ്ങിനുള്ളതെല്ലാം മെമ്മറൈസ് ചെയ്യാനുള്ള ടിപ്പുകളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മോനെ? അതിലേക്ക് നമ്മൾ പരമാവധി മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. പിന്നെ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മൈൻഡ് മാപ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അതിന്റെ കാര്യത്തിൽ. അതൊക്കെ യൂസ് ചെയ്തു. ഓർഗാനിക് എങ്ങനെയായിരുന്നു? ഞാൻ ഓർഗാനിക് പഠിച്ചെന്ന് പറയുമ്പോൾ അൻഡു സാറിന്റെ ആ ഒരു ബുക്ക് ഉണ്ട്, അത് നോക്കിയാണ് ഞാൻ ഓർഗാനിക് കൂടുതലും പഠിച്ചത്. NCERT വായിച്ചിട്ടുണ്ട് ഒരു 2-3 വട്ടം, ഒരു വേഗമായിട്ട് വായിച്ചു പോകും NCERT. പിന്നെ ഈ സാധനത്തിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയത്. ഓക്കെ. ഇനി എന്തുമായിരുന്നു ഫിസിക്കലിന്റെ പാട്ടിലെത്തും? ഫിസിക്കല് ടെക്സ്റ്റ് അങ്ങനെ അധികം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഫിസിക്കല് ആവശ്യമില്ല. ഒരു വട്ടം വായിച്ചൊക്കെ തന്നെ ഫിസിക്കൽ മതിയാവും. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ NCERT എല്ലാം മഗപ്പ് ലൈൻ ടു ലൈൻ മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോ എന്തായിരുന്നു? ഫിസിക്സ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞാല് എല്ലാരും പറയുക കാൽക്കുലേഷൻ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല. അപ്പൊ മോൻ എങ്ങനെയാ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തത്? ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് ഫിസിക്സിന് വേറെ വഴിയില്ല. പിന്നെ മൈൻഡ് മാപ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇക്വേഷൻസ് റിവൈസ് ചെയ്യാൻ മൈൻഡ് മാപ്പ് വളരെ യൂസ്ഫുൾ ആണ്. എങ്കിലും എല്ലാ ചാപ്റ്ററും NCERT ഇരുന്ന് ഫുൾ കൺസെപ്റ്റ് വായിച്ചിട്ടല്ലല്ലോ ക്വസ്റ്റ്യൻ പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോയിട്ടായിരുന്നോ ഈ റിവിഷൻ ടൈമിൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? അത് റിവിഷൻ ടൈമിൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ഒന്ന് മൈൻഡ് മാപ്പ് കൂടെ വായിച്ചു പോയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. മുൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഏതാണ് നമ്മുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഏകദേശം ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും പിന്നെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നല്ലോ അവസാന റിവിഷൻ ടൈമിൽ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ബേസിലായിരുന്നു സൈലത്തിൽ റിവിഷൻ നടന്നത്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവസാന എക്സാമിന്റെ ടൈമിലായപ്പോൾ ആ ടൈപ്പ് മാത്രം നമുക്കൊന്ന് മറിച്ച് നോക്കിയിട്ട് പോയാലും മതി എന്നുള്ള രീതിക്കായിരുന്നു യൂസ്ഫുൾ ആയിരുന്നു. റിവിഷൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഏത് സ്ട്രാറ്റജി ആയിരുന്നു? റിവിഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് വായിക്കുക, പിന്നെ മൈൻഡ് മാപ്പ് നോക്കുക. പിന്നെ സൈലത്തിന്റെ ആ ടൈമിൽ റിവിഷൻ വീഡിയോസ് എന്ന് പറഞ്ഞ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണും. എൻഗെയിമിന്റെ റിവിഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണുമായിരുന്നു. അതൊക്കെ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പോകാം. എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എക്സാംസ് എല്ലാം എഴുതുകയും ചെയ്തു. ഓക്കെ. അപ്പം മോന് ഈ സമയത്ത് ഇനിയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓക്കെ സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്ന് മോൻ പറഞ്ഞു കൊടുത്തു, പക്ഷെ ഈ സമയത്ത് ഇവരുടെ എല്ലാം പ്രശ്നം ഈ ടെൻഷൻ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഔട്ട് ഓഫ് സിലബസ് ചോദിക്കുമോ? ഇൻ സിലബസ് അല്ലാതെ ഒരുപാട് വാസ്റ്റ് ആയിട്ട് ചോദിക്കുമോ? ഒരുപാട് ഡിഫിക്കൽട്ടായ ഫിസിക്സിന്റെ IIT ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതുപോലെ കെമിസ്ട്രിയുടെ IIT ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യണോ? മോൻ പറഞ്ഞേ, മോന്റെ എക്സ്പീരിയൻസ്. നീറ്റിന് ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് ചോദിക്കത്തില്ല. കാരണം NTA സിലബസ് ഇറക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ഇത് ലിമിറ്റഡ് ടൈമിലാണ് ചെയ്യേണ്ടത്, JEE പോലെയല്ലോ, കുറച്ച് ലിമിറ്റഡ് ടൈമിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ടഫ് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ IIT ലെവൽ വരുമോന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ നീറ്റ് ലെവൽ പഠിക്കുന്നത് തന്നെ പഠിച്ച് പോയാൽ മതി. ഓക്കെ. അപ്പോ ഈ സമയത്തൊക്കെ മോന് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഉണ്ടായിരുന്നു, കാരണം ഒബ്വിയസ് ആണല്ലോ. ആ ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ അതിനെങ്ങനെ കോപ്പ് ചെയ്തങ്ങ് പോയി? അതെന്ന് പറയുമ്പോൾ നമ്മള് പേടിച്ച് പഠിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ റിവൈസ് ചെയ്യുക, പഠിച്ചോണ്ടേയിരിക്കുക. ഒരു സ്കെഡ്യൂൾ ഇട്ടിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റിവൈസും ചെയ്യണം. റിവൈസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോന് എങ്ങനെ റിവിഷൻ എന്തെങ്കിലും ടൈം ടേബിൾസ് ഉണ്ടായിരുന്നോ? റിവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ലീവ്, ഞാൻ ഹൈബ്രിഡ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടും.
ആ ദിവസം നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വൈകുന്നേരമോ അല്ലെങ്കിൽ 2-3 മണിക്കൂർ റിവൈസ് ചെയ്ത് ഒരു പാഠം വെച്ച് റിവൈസ് ചെയ്ത് പോകാവുന്നതുണ്ട്. പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ടോപ്പിക് കംപ്ലീഷന്റെ സമയമായിരുന്നപ്പം ഓൺ ടോപ്പിക്ക് പോവുകയും ചെയ്യും, റിവിഷനും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഇനി മോന് നമ്മുടെ ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഈ വർഷം ഇപ്പോൾ സിലബസ് ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോഡ് കുറവാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. ഇനിയും സമയമുണ്ട്, ഇനി 4 മാസത്തോളം ഇനിയുണ്ട്. സോ ബാക്ക്ലോഗ്സ് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക, നല്ലോണം പഠിക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് പറയുകയാണ്. ദേ നിങ്ങളുടെ സീനിയർ ആയിട്ട് ഷമാസ് ഒക്കെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം പഠിച്ച് കോഴിക്കോടേക്ക് പോകുന്നോളാണ് അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.